ഞാൻ നാടാ ആലോചിക്കുന്നേ. ഏട്ടാ, ഏട്ടന് പഠിച്ച ആരാവൻ ആഗ്രഹം? അങ്ങനെയൊന്നുമില്ലടാ, പഠിച്ച് നല്ലൊരു ജോലി വേണം. പിന്നെ എന്റെ ആഗ്രഹം അറിയാവോ? ജർമ്മനി പോകാനാ. നീ നല്ലോണം പഠിച്ചാൽ എനിക്കും പോവാ ജർമ്മനിയിൽ. ഏട്ടാ, നമ്മൾ ആരെങ്കിലും ഒരാൾ വിദേശത്ത് പോയാൽ മതി. അതെന്താ? നമ്മൾ രണ്ടുപേരും പോയാ അച്ഛനമ്മയോട് തനിച്ചാവൂലേ? വയസ്സായ പിന്നെ അവർക്ക് തനിച്ചൊന്നും ചെയ്യാനാവൂലോ. എടാ അതെല്ലാം എന്തിനാടാ ഇപ്പൊ ആലോചിക്കുന്നേ? അതിനല്ലേ ഇനി എത്ര സമയമുണ്ട്? ഏട്ടന് നമ്മളെ അമ്പലത്തിനടുത്തുള്ള ആ വലിയ വീട് അറിഞ്ഞൂടെ? ഏത്? അയ്യോ, ഓടിട്ട വീടാ? ആ, അത് തന്നെ. ഞാൻ ഇന്ന് ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുമ്പോ ബോൾ എടുക്കാൻ വേണ്ടി ആ വീട്ടിന്റെ മുറ്റത്തൊന്ന് പോയി നിന്നു. നോക്കുമ്പോ ആ വീട്ടിലെ അപ്പൂപ്പനില്ലേ, കൈ നിലത്ത് കുത്തി വളരെ കഷ്ടപ്പെട്ട ബാത്റൂമിൽ പോന്ന കണ്ടത്. എടാ ഈ അപ്പൂപ്പൻ അമ്മ നോക്കില്ലേ, 4 ആൺമക്കളാ, 4 പേരും വിദേശത്താ. എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ അപ്പൂപ്പനും അമ്മമ്മയും അവരെ വളർത്തിയത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ, നമ്മുടെ അച്ഛനമ്മക്കും ആ ഒരു ഗതി വരാൻ പാടില്ല. കുഞ്ഞിനാളിൽ അവർ നമുക്കൊന്ന് സ്നേഹവും പരിഗണനയും പ്രായമായാൽ അത് നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ, നമ്മുടെ അച്ഛനമ്മക്കും അങ്ങനത്തെ ഒരു ഗതി വരാൻ പാടില്ല. അതെ.